ഹലോ ഫ്രണ്ട്സ്, സൽമാൻ ഖാൻ ഒക്കെ നായകനായ സിക്കന്ദർ എന്ന് പറയുന്ന ഹിന്ദി പടം ഞാൻ കണ്ടു. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് തുപ്പാക്കി, ഗജനി, ഏഴാം അറിവ് ഈ പടമൊക്കെ എടുത്ത AR മുരുകദോസ് ആണ്. ഈ ഒരു പടം കണ്ടപ്പം ആ പുള്ളിയാണ് ഈ പടം എടുത്തതെന്ന് പറഞ്ഞ കുറച്ച് വിശ്വസിക്കാൻ പാടാണ്. അതായത് എന്തൊക്കെയോ കാണിച്ച് തട്ടിക്കൂട്ടി ഒരു പടം എടുത്തിരിക്കുന്നു. ഒരു പടം എങ്ങനെയൊക്കെ മോശമാക്കാവോ ആ എല്ലാ രീതിയും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചവരുടെ പ്രകടനം പറയുകയാണെങ്കിൽ സൽമാൻ ഖാനൊക്കെ പുള്ളിക്കാണെ വയ്യെന്ന് തോന്നുന്നു. അതായത് പുള്ളിക്ക് ഭയങ്കര വയ്യാഴികയും ഒട്ടും ഇഷ്ടമില്ലാതെയൊക്കെ വന്ന് അഭിനയിച്ച പോലാണ് ഇതിനകത്ത് കാണുന്നത്. അഭിനയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളിയുടെ മുഖത്ത് വലിയ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, എന്തൊക്കെയോ കാണിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ ഇൻട്രോ ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ഒക്കെ നല്ല ബോറാണ്. ഇതിനകത്ത് മൊത്തം ഫൈറ്റും ബോറാണ്. ഇതിനകത്ത് കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. ഇമോഷണൽ സീൻസിൽ മുഖത്ത് വലിയ മാറ്റമൊന്നും ഇല്ല. പിന്നെ പുള്ളിയുടെ കണ്ണിക്കൂടെ വെള്ളം വരുന്നുണ്ട്. കണ്ണിക്കൂടെ വെള്ളം വരുന്നതുകൊണ്ട് അത് നമുക്ക് ഇമോഷണൽ സീനാണെന്ന് മനസ്സിലാകുന്നു. സൽമാൻ ഖാനെ കൂടാതെ രശ്മിക, കാജൽ അഗർവാള്, സത്യരാജ് ഇവരെല്ലാം ഈ പടത്തിലുണ്ട്. നല്ല പവർഫുൾ ആയിട്ടൊരു വില്ലൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പടം കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഇതിപ്പോ വില്ലനും പോരാ, നായകനും പോരാ, കഥയും പോരാ, അങ്ങനെ ഒരു പടം. ഈ ഒരു പടത്തിൽ കൊള്ളാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു പാട്ട് വലിയ കുഴപ്പമില്ല. ആ ഒരു സാധനം ഒഴിച്ചാൽ ഈ പടത്തിൽ വേറൊന്നുമില്ല. ഈ സൽമാൻ ഖാനൊക്കെ ഈ സിനിമാഭിനയം നിർത്തിയിട്ട് വേണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം, അതാണ് ഇച്ചിരൂടെ നല്ലത്. അതായത് ഇതുപോലെ പൊട്ടപ്പടം എടുത്ത് ഉള്ള ഇമേജ് കൂടെ കളയുന്നതിലും ഭേദം വെറുതെ വീട്ടിൽ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് കഥയൊക്കെ നോക്കി ചെയ്താൽ കൊള്ളാം. എന്നാലും AR മുരുകദോസ് ഒക്കെ ഇമാതിരി പടം എടുക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. കാരണം പുള്ളി എന്തെങ്കിലുമൊക്കെ പുതുമയോ അല്ലെ കണ്ടിരിക്കാവുന്ന രീതിയിലൊക്കെയാണ് പടം എടുക്കാറ്. എനിക്ക് തോന്നുന്നു സർക്കാർ മുതൽ പുള്ളിയുടെ പടം എല്ലാം പൊട്ടസാനാണ്. പുള്ളിയുടെ ഇനിയിപ്പം അടുത്ത ശിവകാർത്തികനെ വെച്ച് മദ്രാസിയോ അങ്ങനെ എന്തോ ഒരു പടം വരുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അതിൽ നോക്കാം. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഓക്കെ, ബൈ.